ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം കടലക്കറി ഉണ്ടാക്കിയപ്പോഴത്തേക്കും കടലക്കറിയുടെ റെസിപ്പി ഇടണേ ചേച്ചി എന്നും പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാർ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് രാവിലെ പുട്ടും കടലയും ഉണ്ടാക്കിയപ്പോഴത്തേക്കും എന്നാൽ കടലക്കറിയുടെ റെസിപ്പി ഇട്ടേക്കാന്നും വെച്ചിട്ട് ഇന്ന് നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കൂടാതെ ഇന്നലെ ഞാൻ നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ബീട്രൂട്ടും നീലമരിയുടെയും കൂടെ കാര്യം പറഞ്ഞായിരുന്നു. അത് 1 മാസം വരെ നിൽക്കുമെന്ന് പറഞ്ഞു. കൂടെ തലേ ദിവസം നിങ്ങൾ ഇതുപോലെ ഹെന്ന ചെയ്തിട്ട് വേണം എന്നാ ഇത് പിറ്റേ ദിവസം ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹെന്ന കൂട്ടാൻ അറിയാൻ വയ്യാത്ത ഞാൻ പേര് മറന്നുപോയി, ആരോ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹെന്ന എങ്ങനെയാ കൂട്ടുന്നതെന്നൊന്ന് പറഞ്ഞു തരണേന്നും പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഹെന്ന എങ്ങനെയാണ് നമ്മളത് കൂട്ടിയെടുക്കുന്നത് എന്ന് പറഞ്ഞു തരാം. ഈ രീതിയിൽ ഹെന്ന നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഈ പിറ്റേ ദിവസം ഈ നീലമരിയും കൂടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ മുടിയുടെ കറുപ്പ് 1 മാസം വരെ നിൽക്കും. ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹെന്ന ഈ രീതിയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ കടലക്കറി വെച്ചപ്പോഴത്തേക്കും കുറേ കൂട്ടുകാരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കടലക്കറിയുടെ റെസിപ്പി ഒന്ന് ഇടുമോ എന്ന്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പം എന്താ, ഒരു ചെറിയ സവോള, ശകലം വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കണ്ടോ. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം ചിലവർ പറയാം ഈ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ നിങ്ങളുണ്ടല്ലോ ഈ ചിക്കൻ മസാല ഒന്ന് ചേർത്ത് നോക്കണം. ഞാനിവിടെ ഇതിനകത്ത് ഈ നമ്മുടെ ഈസ്റ്റേൺ ചിക്കൻ മസാല ഇല്ലേ, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കാറില്ല. നല്ല ഇവിടെ പക്ഷേ ഭയങ്കര എരിവ് വേണ്ട കേട്ടോ. അതുകൊണ്ടായിരിക്കും. ഭയങ്കര എരിവ് വേണം എന്നുള്ളവർ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക, ശകലം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാൻ പക്ഷെ ഒന്നും ചേർത്ത് കൊടുക്കില്ല. ഈ ചിക്കൻ മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മസാലയുടെ മണം മാറുന്നിടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു ശകലം കടല മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താണിത്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക ശകലം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് തിളച്ച് കുറുകിയൊക്കെ വരട്ടെ. എളുപ്പത്തിലുള്ള കടലക്കറി കേട്ടോ. പക്ഷേ എളുപ്പത്തിലുള്ളതാണേലും നല്ല ടേസ്റ്റ് ആയിട്ടോ, മിക്കവർക്കും ഇഷ്ടപ്പെടും. ചിലവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ വറുത്തരച്ചെടുക്കണം. ഞാനിപ്പം ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ഈ തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്ന് എളുപ്പ വഴിയാണ്. അപ്പം അത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പം എന്താ, നമ്മുടെ ഈ കടലയുടെ ഇത് കണ്ടോ, ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഇതിനകത്ത് കിടന്ന് ഈ കടലയും ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഈ കടലയിൽ ഈ മസാല നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് ഒരുമാതിരി ഒന്ന് കുറുകിക്കോട്ടെ, നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാനിവിടെ തേങ്ങ തിരുമി പാലെടുത്തൊന്നുമല്ല, ഇത് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഞാൻ എടുത്തിട്ട് ഇതാ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ അത് കലക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് കലങ്ങും കേട്ടോ. ഇപ്പം ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഇപ്പം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളത്തിലൊന്നുമല്ല, ചെറിയ നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാനത് കലക്കിയെടുത്തിരിക്കുന്നത്. കണ്ടോ,
ഇതാണ് നമ്മുടെ കടലക്കറി. ഉണ്ടാ, ഇനി നമുക്കിതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കരുത് എന്നെല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഞാൻ ഇത് തിളപ്പിച്ചിട്ടാണ്, ഞാൻ പിരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ, തിളപ്പിച്ചിട്ടാണ് ഞാനിത് വാങ്ങി വെക്കുന്നത്. എന്നിട്ട് നമുക്കിതിനകത്ത് കടുകും കൂടെ താളിച്ച് കൊടുക്കണം. അപ്പം ചെറുതായിട്ട് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കടുകും കൂടെ താളിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇത്രയും കുഴപ്പം. ഓരോരുത്തരുടെയും ചാറ് എത്ര വേണം അതനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി കുറുക്കി എടുത്തിരിക്കുന്നത്. കണ്ടോ, നമുക്കിതിലേക്ക് കടുക് താളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു, കടലക്കറിയുടെ പണി തീർന്നു കേട്ടോ. നമുക്കിത് കോരി വേറെ പാത്രത്തിലോട്ട് മാറ്റാം. കടലക്കറിയും പുട്ടുമാണ് നമുക്ക്. അപ്പോൾ കടലക്കറി റെഡി. ഇതിനകത്ത് നിങ്ങൾക്കില്ലേ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് ആ സബോളയുടെ കൂടെ 2-3 തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ടിട്ട് വഴറ്റി കൊടുത്തിട്ട് ഇതിനകത്തിട്ടാലും മതി. ഞാൻ ഇട്ടില്ല, തേങ്ങ ഇനി പൊട്ടിക്കണം. അപ്പം എനിക്ക് രാവിലെ മടിയായതുകൊണ്ട് തേങ്ങ പൊട്ടിക്കാൻ ഞാൻ പോയില്ല. അപ്പം ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി, നല്ല സൂപ്പർ കടലക്കറി കേട്ടോ. പിന്നെ തേങ്ങ വറുത്തരയ്ക്കുന്ന കടലക്കറി ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പുട്ടും കടലക്കറിയും കേട്ടോ. അതിന് നമുക്ക് ഇനി ഇതും കൂടെ ഉണ്ടാക്കി, ഈ പുട്ടും കൂടെ ഉണ്ടാക്കിയാൽ മതി. ഇതാ ഒരു കുറ്റിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പുട്ടും കടലക്കറിയൊക്കെ റെഡിയായി. അപ്പം നിങ്ങൾക്ക് ഹെന്ന ഇന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രിയിലത് ശരിയാക്കി വെക്കുക. അത് ഒരു നൈറ്റ് ഇരിക്കണം. എന്നാലേ അത് നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന അത്രയും റിസൾട്ട് അതിന് കിട്ടിയുള്ളൂ. അതായത് നമ്മൾ നല്ല ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അങ്ങനത്തെ പാത്രങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്കൊരു ആണി ഇട്ടാൽ മതി. ഇരുമ്പിൻ്റെ ആണിയില്ലേ, അതിട്ടാലും മതി. അപ്പം നമ്മൾ ആ പ്രശ്നം പരിഹരിച്ച് ഇനി നമ്മൾ ഏറ്റവും നല്ല ഹെന്ന പൗഡർ നോക്കി വാങ്ങിക്കുക. വാങ്ങിച്ചതിന് ശേഷം നമുക്ക് എത്രയും വേണോ, ഇപ്പോൾ ഒരു പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും മുടിയുടെ അനുസരിച്ചിരിക്കും. ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ ആ ഒരു പാക്കറ്റ് എടുക്കാറുണ്ട്. പിന്നെ കുറച്ച് മുടിയുള്ളവർ അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. അപ്പം അതിൻ്റെ പകുതി ഈ നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട്, കുറച്ച് മുടിയുള്ളവരുടെ കാര്യം വെച്ച് പറയാം, അപ്പം പകുതി മൈലാഞ്ചിപ്പൊടി ആ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നിങ്ങൾ കട്ടൻ ചായ, അതായത് ഏത് തേയില വേണേലും നിങ്ങൾക്കിട്ടിട്ട് കട്ടൻ ചായ തിളപ്പിക്കാം. അത് തിളപ്പിക്കുമ്പോൾ കുറച്ച് നല്ല കടുപ്പത്തിൽ തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം ആ തേയിലയിലെ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങാൻ ഒരു കുറച്ച് നേരത്തെ അവസരം കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് തണുക്കാനായിട്ട് അനുവദിക്കുക. ഇത് അരിച്ചെടുക്കുക. ഇപ്പം നമുക്ക് എന്തോരം മൈലാഞ്ചിപ്പൊടി വേണം അതനുസരിച്ച് വേണം ഈ കട്ടൻ ചായ തിളപ്പിച്ചെടുക്കാനായിട്ട്. ഒരുപാട് തിളപ്പിച്ച് കളയരുത്, തേയിലയ്ക്കൊക്കെ ഭയങ്കര വിലയാട്ടോ. അപ്പം ഇതിനകത്തേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മൈലാഞ്ചിപ്പൊടിയിലേക്ക് ഈ കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ തലയിൽ തേക്കുന്ന ഒരു പരുവുണ്ട്, അതനുസരിച്ച് വേണം അത് മിക്സ് ചെയ്യാനായിട്ട്. കൂടുതൽ കട്ടൻ ചായ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് പോകും. വെള്ളമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് തലയിൽ പിടിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് അതനുസരിച്ച് ഒഴിച്ച് അതിനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ നെല്ലിക്കാപ്പൊടി, നിറച്ച ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തലയിൽ തേക്കാനുള്ള പരുവത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിനെ അടച്ച് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. പിറ്റേ ദിവസം രാവിലെ ഇത് തേക്കുന്നതിന് മുന്നേ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ മഞ്ഞ എടുക്കരുത്. ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. മുട്ടയുടെ മഞ്ഞ എടുക്കരുത്, മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ട് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ മുട്ട പൊട്ടിച്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്ക് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാം. തലയിൽ തേച്ച് കൊടുക്കുന്നതിന് മുന്നേ തല നന്നായിട്ട് ഷാമ്പൂ ഇട്ട് കഴുകിയിട്ട് വേണം ഹെന്ന ചെയ്യാനായിട്ട്.
എണ്ണമയം ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഹെന്ന തലയിലേക്ക് പിടിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് തല നന്നായിട്ട് തേച്ച് കഴുകിയതിന് ശേഷം മാത്രം ഹെന്ന ഇട്ട് കൊടുക്കുക. ഹെന്ന ഇട്ട് കൊടുക്കുന്ന എല്ലാവർക്കും അറിയാലോ. മുടി രണ്ടായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മുടി എടുത്തിട്ട് ഇവിടുന്ന് ഇപ്പൊ കുറച്ച് മുടി എടുത്തു, ഇവിടുന്ന് കുറച്ച് മുടി എടുത്തിട്ട് എന്നിട്ട് ഈ ഹെന്നയുടെ പാക്ക് നമ്മൾ ഇവിടം തൊട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു സൈഡിൽ കൊണ്ട് ഇങ്ങനെ ചുറ്റി വെക്കുക. മനസ്സിലായല്ലോ? അങ്ങനെ ഈ സൈഡും ചെയ്യുക, ഈ സൈഡും ചെയ്യുക. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഒന്നിച്ച് ചെയ്യേണ്ടവരാണെങ്കിൽ രണ്ടായിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ നടുക്കോട്ട് ഈ ഓരോ കുറേശ്ശെ മുടി എടുത്തിട്ട് അവത്തേലോട്ട് ഇങ്ങനെ ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഇവിടോട്ട് കൊണ്ടിട്ട് ഇങ്ങനെ ചുറ്റി വെക്കുക. പിന്നെയും കുറച്ച് മുടി രണ്ടായിട്ട് ഇടുമ്പോൾ ഇവിടുന്ന് ആദ്യം എടുക്കുക, എവിടുന്നെങ്കിലും ആദ്യം എടുക്കാം. ആദ്യം എടുത്തെടുത്തു എന്നല്ല, രണ്ടാമത് എടുക്കേണ്ടത്. അങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി കൊണ്ട് വെക്കുക. പിന്നെയും ബാക്കി ഹെന്ന പൗഡർ വെച്ചോണ്ട് ശരിക്ക് ഫുള്ള് ഇങ്ങനെ പൊത്തി നിറച്ച് വെക്കുക. ഇത് 1 മണിക്കൂർ നിങ്ങളുടെ തലയിൽ വെച്ച് വെക്കുക. 1 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് കഴുകി കളയാവുള്ളൂ. ഇത് കഴുകി കളയുമ്പോഴത്തേക്കും നിങ്ങൾ വീണ്ടും ഷാമ്പു ഇടരുത്, നോർമൽ വാട്ടറിൽ കഴുകി കളയുക. കഴുകി കളഞ്ഞു കഴിയുമ്പോൾ ആ മുടി ഒന്ന് മണത്ത് നോക്കണേ. എന്നാ സ്മെല്ലാന്നറിയാം. മൈലാഞ്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ഈ പിറ്റേ ദിവസം ഈ നീലമരിയുടെ ഹെന്ന ചെയ്യുമ്പോഴത്തേക്കും ചിലവർക്കുണ്ടല്ലോ, ഹെന്ന ചെയ്യുമ്പോഴത്തേക്കും ഈ നരച്ച മുടിയൊക്കെ ഈ ചെമ്പിച്ചിരിക്കുന്നത് ചിലവർക്ക് ഇഷ്ടമല്ല. ചിലവർക്ക് കറുത്ത മുടിയേ ഇഷ്ടമുള്ളൂ. എനിക്ക് ചെമ്പമുടി ഇഷ്ടമല്ല, എനിക്ക് കറുത്ത മുടിയാണ് ഇഷ്ടം. അപ്പൊ ചെമ്പിച്ചിരിക്കേണ്ടവർക്ക് ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് ചെമ്പിച്ചിരിക്കുന്ന മുടിയെ കറപ്പിക്കണമെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ പോലെ ഈ നീലമരിയും നമ്മുടെ ബീട്രൂട്ടും കൂടെ എടുത്തിട്ട് ഇന്നലെ പറഞ്ഞു തന്നായിരുന്നല്ലോ, അത് തേച്ചാൽ മതി. ഇല്ല ചെമ്പൻ മുടിയാണ്, ഈ ചുമന്നിരിക്കുന്ന മുടിയൊക്കെ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളവര് ഈ നമ്മുടെ ആ ഡൈ ചെയ്യാനായിട്ട് ഈ നീലമരി പിറ്റേ ദിവസം ഇടേണ്ട ആവശ്യമില്ല. ഇപ്പൊ മനസ്സിലായ എല്ലാവർക്കും ഹെന്ന എങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യുന്ന ഈ രീതിയിൽ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡൈ തലയിൽ തന്നെ 1 മാസം നിൽക്കും. അപ്പൊ ഹെന്ന ശരിക്കും ചെയ്യേണ്ട രീതി ഇതാണ്. പലർക്കും ഹെന്ന എന്നറിയാം, പക്ഷെ അത് വേണ്ട വിധം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.